ഗായ്സ്, ഞാൻ ഇന്ന് മീൻ കറി വെക്കാൻ പോകാൻ കറി ചൂരക്കറിയാണ്. കേരക്കറി വെക്കാൻ പോകാൻ കേട്ടോ. ഇതിൻ്റെ പേര് നോക്കുക. കേരക്കറി വെക്കാനായിട്ട് ചട്ടി ചൂടായി കഴിഞ്ഞ് ഞാൻ അതിനകത്തേക്ക് കടുക് ഇട്ട് ഉലുവ ഇട്ട് ചട്ടി ചൂടാകുമ്പോൾ ഉലുവ ഇട്ട് വെളുത്തുള്ളി ഇട്ട് കറിവേപ്പില ഇട്ട് കേട്ടോ. സവാള, തക്കാളി, കറിവേപ്പില ഒരു സാധനം ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് പിന്നെ അത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ലപോലെ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ അത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട് കറിവേപ്പില ഇട്ട് ഉലുവ ഇട്ട് എല്ലാം ഇട്ട് ഇത് തക്കാളി, സവാള എല്ലാം ഇട്ട് ഇതാക്കണം കേട്ടോ. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നല്ല പോലെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ അടുപ്പിൽ ചോറും വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പിൽ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ. കറി വെക്കാൻ ഇച്ചിരി വൈകിപ്പോയി. കാരണം നോമ്പും തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാട്ടോ കറി വെക്കാനായിട്ട് വന്നത്. അപ്പം നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. എന്നാൽ മെറൂൺ കളറായി വരണം കേട്ടോ. ബ്രൗൺ കളറായി വരണം കേട്ടോ. അത് ഇങ്ങനെ വന്നത് വരെ നമുക്ക് ഇത് നല്ല സ്പീഡ് കൂട്ടി തന്നെ നമുക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അത് അപ്പോഴത്തേനും നമുക്ക് ഇതിനാവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, എല്ലാം എടുക്കാം. നമുക്ക് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി എടുക്കാം. എരിവിനായിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ആക്കി കൊടുക്കാം കേട്ടോ. സവാള, തക്കാളിയൊക്കെ ഒന്ന് വാടി അതിൻ്റെ പച്ച നിറമൊക്കെ പച്ച ചുവ വരുന്നത് വരെ അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അതൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നല്ല ഞാൻ കുടംപുളി അല്ലാട്ടോ ഇടുന്നത്. ഒരു മാങ്ങ അരിഞ്ഞത് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മാങ്ങ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല മാങ്ങ ഇട്ട് വെച്ച കേരമുളകിൽ മാങ്ങ ഇട്ട് വെച്ച കറിയാണ് കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. നല്ല മാങ്ങ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഇട്ട് വെച്ചിട്ട് നല്ല സെറ്റ് കറിയാണ്. മാങ്ങ ഇട്ടിപ്പോൾ സവാള ഇതൊക്കെ വാടി വരുന്നുണ്ട് കേട്ടോ. സവാളയും തക്കാളിയും വെളുത്തുള്ളിയും അതൊക്കെ നല്ല ഇതായി വരുന്നുണ്ട് കേട്ടോ. നല്ല ഇതായിട്ട് വരുന്നുണ്ട്. നല്ല
കളറായിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ഇടാം. ഇഞ്ചിയിലൊക്കെ നല്ല ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായി. അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, സവാള, മാങ്ങ, കറിവേപ്പില ഇതൊക്കെ ഇട്ട് നല്ലതായി വന്നിട്ട് ഇതൊക്കെ നല്ല പിന്നെ ഇതിനകത്തിട്ട് ഞാൻ ആഡ് ചെയ്ത് വെച്ച മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് കുരുമുളക് പൊടി ഇത്രയും സാധനം ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നല്ലപോലെ മാങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ. മാങ്ങ ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളി, ഇഞ്ചി, സവാള, തക്കാളി, കറിവേപ്പില, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഈ കറി ഒന്ന് നന്നായി തിളക്കാറുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മീൻ നല്ല വേവിലതിനത് വേണ്ടത് നല്ല കേരയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുത്ത് അത് നല്ലപോലെ തിളക്കാം. നമ്മുടെ കറി നല്ലപോലെ തിളക്കാൻ ഇതായിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. മാങ്ങ ഇട്ടിട്ട് മാങ്ങ ചേർത്ത് നല്ല മുളകിൽ കേര കറി വെക്കുന്നതാണ്. കേര കഴുകി ഏതൊക്കെ വെച്ചേക്കുന്ന ആയിരുന്നു. നമുക്ക് അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോഴാണ് നമ്മൾ കറി ഒന്ന് സെറ്റാവുള്ളൂ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ ചോറ് വേണ്ടിയിട്ടാണ് നോക്കാം. ചോറ് വേണ്ടി ചൂടാക്കി നമുക്ക് കുറച്ചും കൂടി ആവാനുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഈ കത്തിച്ച് കൊടുക്കാം. ഈ കത്തിച്ച് കൊടുത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് വെള്ളം ആവശ്യത്തിന് വെച്ച് വെച്ച് തിളച്ച് കഴിഞ്ഞാൽ ചോറ്
നമ്മളെ കറി ഒന്ന് ആദ്യം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മീനും മാങ്ങയൊക്കെ നല്ല സെറ്റായി വരുന്നുണ്ട്. ഇളക്കി കൊടുക്കുമ്പോൾ നല്ല പോലെ കഴിച്ച് കഴിഞ്ഞ് കറി സൂപ്പറായി കേട്ടോ. നമ്മുടെ കറി നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ കറി നല്ല പോലെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു മുസമ്പി മുറിച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. മുസമ്പി നല്ല കുറച്ചൊന്നും കഴിച്ചിട്ടില്ല. കുറച്ച് ചായയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമുക്ക് ആയിട്ടില്ല. ഇച്ചിരി ഞാനും മോനായാലും കൂടി കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, കറി നല്ല പോലെ തിളച്ച് വന്ന് നല്ല അടിപൊളി കറിയായിട്ടുണ്ട് കേട്ടോ. മാങ്ങ ഇട്ടിട്ട് കേര കറി വെച്ചേക്കുന്നതാണ് മുളകിൽ. അപ്പോൾ ഇതുപോലെ ആരും വെച്ചിട്ടില്ലെങ്കിൽ കേരക്കറി ഇങ്ങനെ വെക്കാത്തവർ ഒന്നിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് അടിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.